പിന്നെ ഞാനൊരു കാര്യം കൂടി പറയാന്ന് പറഞ്ഞിട്ട് ഇങ്ങോട്ട് വന്നതാണ്. റജീനെയും കുട്ടീനെയും ഞാൻ അവിടേക്ക് കൊണ്ടുപോവാണ്. ഞാനേ വേറൊരു വാടക വീട് എടുത്തു. മാസം 5000 രൂപയ്ക്കാണ് വാടക. എന്നാലും കുഴപ്പമൊന്നുമില്ല. കുറച്ച് അത്യാവശ്യ സൗകര്യങ്ങളൊക്കെ അവിടെ ഉണ്ട്. അപ്പൊ നിന്നെയും കുട്ടീനെ അങ്ങോട്ട് കൊണ്ടുപോകാൻ പറഞ്ഞിട്ട് അതുകൂടി പറയട്ടെ പറഞ്ഞിട്ട് ഇങ്ങോട്ട് വന്നതാണ് ഞാൻ. കുട്ടിക്ക് കുറച്ചൊക്കെ ഒന്നായിട്ട് ഞാൻ അവളെ ഇവിടെ കൊണ്ടാക്കി തരാം. അതൊന്നും വേണ്ട. അതിന്റെ ഒന്നും ഒരു ആവശ്യമില്ല. അവളിനെ കുട്ടിക്ക് നോക്കാൻ ഞാനില്ല ഇവിടെ. അവൾക്ക് ഇപ്പൊ ഇവിടെ ഒരു ബുദ്ധിമുട്ടും ഇല്ല. പിന്നെ 2 ദിവസം കഴിഞ്ഞ നൗഫലും വരും. പിന്നെ ഇപ്പൊ എന്താ, അവളെ അവിടേക്കും കൊണ്ടുപോണ്ട. അല്ല, അപ്പൊ ഞാൻ അന്ന് വന്നപ്പോ നിങ്ങൾ എന്റെ അടുത്ത് ഇങ്ങനെയൊന്നല്ലല്ലോ പറഞ്ഞത്. പെണ്ണിന്റെ വീട്ടുകാരാണ് പെണ്ണിന്റെ പ്രസവം നോക്കേണ്ടത്, അത് അവരെ മാത്രം കടമയാണ് എന്നൊക്കെയാണല്ലോ നിങ്ങൾ പറഞ്ഞത്. നീ ഇപ്പോഴും അതൊക്കെ മനസ്സിൽ വെച്ചോണ്ടിരിക്കുകയാണല്ലേ? ഞാൻ അതൊക്കെ എന്റെ പൊട്ട ബുദ്ധിക്ക് പറഞ്ഞതാണ്. എന്റെ ശമ്പളവും നീ അവളോട് ചോദിച്ചു നോക്ക്. ഇപ്പൊ അവൾക്ക് ഇവിടെ ഒരു കുഴപ്പമില്ല. ഇപ്പൊ അവൾക്ക് ഇവിടെ എന്ത് സുഖാന്നറിയോ? ഇനിയിപ്പൊ അവൾക്ക് നിന്റെ കൂടെ വരണമെന്നുണ്ടെങ്കിൽ നീ കൊണ്ടക്കോ, എനിക്ക് ഒരു കുഴപ്പമില്ല. നീ അവളുടെ അടുത്ത് തന്നെ ചോദിച്ചോ. റജിയെ, നീ വരുന്നുണ്ട് എന്റെ കൂടെ. കുട്ടിക്ക് ഒരു 7 മാസമൊക്കെ ആയിട്ട് താത്തങ്ങോട് കൊണ്ടാക്കി തരാം. അതുവരെ അവിടെ ഇരുന്നോ. അവിടെ ആകുമ്പോൾ നിനക്ക് ഒരു കുഴപ്പമില്ല, സ്വസ്ഥമായിട്ട് ഇരിക്കുക. നീ വരണ്ട? ഇല്ലാത്ത, ഞാൻ എവിടേക്കും വരുന്നില്ല. എനിക്ക് ഇവിടെ തന്നെ നിന്നാ മതി. ഇപ്പൊ അമ്മാമ്മയും മരുമകളൊക്കെ ഒന്നായില്ലേ? ഇപ്പൊ താത്ത പുറത്തായില്ലേ?